എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞു വിളവെടുപ്പ്. നമുക്ക് വിളവെടുപ്പ് നടത്തിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, നമ്മുടെ പാവലെല്ലാം നല്ലപോലെ വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇത് ഞാൻ ഇവിടെ നടുന്ന രീതികളും ഇതിന് ചെയ്യുന്ന പരിചരണങ്ങളും എല്ലാം നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നമുക്കെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നല്ലപോലെ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. അപ്പോൾ വിളവെടുപ്പ് നടത്തിയാലോ? ആദ്യം നമുക്ക് ഈ പാവല് വിളവെടുപ്പ് നടത്താം. കണ്ടില്ലേ, എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ. എന്ത് സന്തോഷമാണ്! ഇതെല്ലാം ഇതുപോലെ നട്ട് വളർത്തി അത് നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് വിളവെടുപ്പ് നടത്തിയിട്ട് അത് നമുക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ്. കണ്ടില്ലേ, നല്ല മഴ സമയത്ത് നമുക്ക് ഇതുപോലെ നല്ല കായ്കൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്യേണ്ട പരിചരണങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ അവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വിളവുകളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. പാവൽ കൃഷി ചെയ്യാത്തവരുണ്ടോ? തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇതുപോലൊരു 2 പാവയ്ക്ക ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത് മാത്രം മതി. ഇതിൻ്റെ ടേസ്റ്റോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് പോലെ അല്ല. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് നല്ല ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത് അതിൽ നിന്ന് വിളവ് ലഭിച്ച് അത് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും അതിൻ്റെ ഒരു രുചിയും ഒന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ശ്രമിക്കുക. അടുത്ത ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. കണ്ടില്ലേ, ഇത് നമ്മുടെ നെയ്ക്കുമ്പളം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നെയ്ക്കുമ്പളത്തിനെ പറ്റി പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. അതിനൊന്ന് പടരാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല വിളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇത് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ടെറസിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസിലാണ്. അവിടെ ആയിട്ട് പോലും ഇത് നല്ല കായ്കളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും റെഡി ആയിട്ടുണ്ട് വിളവെടുപ്പിന്. വിളവെടുപ്പ് തുടങ്ങിയാലോ? എല്ലാം നല്ല വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. നിറയെ കായ്കളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒരു മൂട് നിങ്ങളെല്ലാവരും വളർത്തുവാനായിട്ട് ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ നടുന്നതിൽ കൂടുതൽ സന്തോഷമാണ് ഇതിൻ്റെ വിളവെടുപ്പ് ടൈമിൽ. ഇതുപോലെ നല്ല നമുക്ക് വിളവെടുപ്പിന് പാകമായി നിൽക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ വിളവെടുപ്പ് നടത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. അടുത്ത് നമ്മൾ വിളവെടുക്കുന്നത് ദാണ്ട് ഈ കൂമ്പാണ്, വാഴക്കൂമ്പ്. ഇത് നേന്ത്രവാഴ എന്ന് പറയും, ഏത്തൻ വാഴ. ഇതിന്റെ കൂമ്പ് വളരെ നല്ലതാണ്. വാഴപ്പഴത്തേക്കാൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് ഇതിന്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിളവെടുപ്പ്. 2 മുറം നിറച്ച് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പ് കിട്ടി. ഇതുപോലെ സ്വന്തമായി നമ്മൾ കൃഷി ചെയ്ത് അത് വിളവെടുത്ത് അത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.